എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് UG 2025 പ്രവേശന പരീക്ഷ മെയ് 4-ാം തീയതി നടക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് NEET.NTA.NIC.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സിറ്റി മനസ്സിലാക്കാവുന്നതാണ്. അതിനായിട്ട് എക്സാം സിറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് NEET.NTA.NIC.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ ഫോർ നീറ്റ് UG 2025 ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നീറ്റ് UG 2025 അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകിയ ശേഷം ഇവിടെ ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ഇവിടെ താഴെയായിട്ട് ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ക്യാപ്ച വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ സിറ്റി എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് എക്സാമിനേഷൻ നടക്കുന്ന സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്ന സിറ്റി എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നൽകുന്നത്. അപ്പോൾ ഇത് അഡ്മിറ്റ് കാർഡ് അല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് അഡ്മിറ്റ് കാർഡല്ല. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഏകദേശം മെയ് മാസം 1-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ്. നിലവിൽ ലഭ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നടത്തുന്ന, അതായത് അതിനായിട്ടുള്ള യോഗ്യത കണക്കാക്കുന്നത് നീറ്റ് UG ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നീറ്റ് UGയിൽ ക്വാളിഫൈ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു കേരളത്തിലെ കീമിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ നേടാൻ സാധിക്കത്തുള്ളൂ. നീറ്റ് UGയുടെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെഡിക്കലിനായിട്ട് ഒരു റാങ്കും, അതായത് ഒരു റാങ്ക് ലിസ്റ്റും, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിനായിട്ട് മറ്റൊരു റാങ്ക് ലിസ്റ്റും തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയ്ക്ക് നന്നായിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ ഇത് പേപ്പർ പെൻ മോഡിലാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ കിട്ടുന്നോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യതയും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു നീറ്റ് UG പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തലത്തിൽ ഏകദേശം 15% സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് വിവിധ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതുകൂടാതെ തന്നെ കേരളത്തിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് UGയുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് കേരളത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് മെഡിക്കലിന് ഒരു റാങ്ക് ലിസ്റ്റ്, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് മറ്റൊരു റാങ്ക് ലിസ്റ്റ്, ഈ ഒരു രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നീറ്റ് UG 2025 പ്രവേശന പരീക്ഷ നന്നായിട്ട് എഴുതുക. അതുപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ഇപ്പോൾ നിലവിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. അഡ്മിറ്റ് കാർഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഏകദേശം ഒരു മെയ് 1-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതാണ്. കാരണം 4-ാം തീയതിയാണ് ഇതിൻ്റെ പരീക്ഷകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് അഡ്മിറ്റ് കാർഡല്ല, നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പാണ്. അതായത് നിങ്ങളുടെ എക്സാം സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് മാത്രമാണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കൂടാതെ നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖ, അതായത് ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ രേഖ കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.